അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ചിക്കൻ കബാബ് ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കബാബാണിത്. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിതൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കബാബാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ കബാബിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ ആരും ബേജാറാവണ്ട. ഇതിൽ 2-3 ഐറ്റംസ് ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. ആദ്യം തന്നെ അതാ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നെയ്യൊന്നും ഒഴിവാക്കാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ കബാബ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. പിന്നെ ഇതാ നമുക്ക് പച്ചമസാലകളായിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം, ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും. ഇനി ഇതാ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം, അത് നോക്കാം. ആദ്യം തന്നെ അതാ നമ്മളെ നല്ല ജീരകമാണ്, അത് ഞാനൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ നമ്മളെ മല്ലി മുഴുവനായിട്ട് എടുത്തിട്ട് അതൊന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊരു ടീസ്പൂണ്. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ്. ഇത് സുമാക്കാണ്, ഇതൊരു അറബിക് സ്പൈസാണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് ചെറുതായിട്ടൊരു പുളിയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്. പിന്നെ നമ്മളെ ചാട്ട് മസാല ആണ്, ഇതും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതൊരു 2 ടീസ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്, സാധാരണ നമ്മളെ കുക്കിംഗ് ഓയിൽ. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസം പാലൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാട എടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്ര ക്രീം കിട്ടും. പിന്നെ ഇതൊരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും. ഇനി ഇത് നമ്മളെ ഈ ചിക്കനും സ്പൈസസും പച്ചമസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കുറച്ചായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ സ്പൈസസൊക്കെ ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഈ ചിക്കൻ അരച്ചെടുക്കും, എന്നിട്ട് പച്ചമസാല അരച്ചെടുക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വാർത്തിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മിക്സ് വല്ലാതെ ലൂസായി പോകും. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം, പിന്നെ അത് ഓയിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ അതാ നമ്മൾ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ക്രീം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് കബാബ് നല്ല സോഫ്റ്റായി കിട്ടുക, നല്ല ജ്യൂസി ആയി കിട്ടും. ഇനി കുറച്ച് കടലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കിയിട്ട് കുഴച്ചെടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വരെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വല്ലാതെ ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് ടൈറ്റായി കിട്ടും. നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കടലപ്പൊടി ചേർക്കുന്നത്, കടലപ്പൊടി ചേർക്കുമ്പോൾ കബാബിന് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. ഇനി ഇതാ കൈയൊന്ന് നനച്ചെടുക്കുക അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുകയും ചെയ്തിട്ട് ഇതൊന്ന് ചെറിയൊരു ഉരുള എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് നീളമുള്ള ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവ് കൂടെ കുറച്ച് വണ്ണുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഷീ കബാബിൻ്റെ ഒക്കെ പോലത്തെ ഷേപ്പാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കണില്ല, സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്കൊരു 10-12 കബാബ് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണയിൽ മുങ്ങി പൊരിയുന്ന രീതിയിൽ പൊരിച്ചെടുക്കണം എന്നൊന്നുമില്ല, കുറച്ച് ബട്ടർ തേച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി, പെട്ടെന്ന് കുക്കായി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊരിച്ചെടുക്കാം. ഇനി കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫ്രോസൺ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, നമ്മൾ സാധാരണ പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു കളറായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഇൻഡോ അറബിക് കബാബ് എന്നും പറയാം കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഫ്ലേവേഴ്സും അറബിക് ഫ്ലേവേഴ്സും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു കബാബാണ്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മടിക്കരുത്.
അതുമാത്രം പോരാ, നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരികയും ചെയ്യാം. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർവ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് മയണൈസിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് മിൻറ്റിൻ്റെ ചട്നി സെർവ് ചെയ്യാം. അത് നമ്മൾ മുട്ട കബാബിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മളെ മുട്ട കബാബിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ, നല്ല അടിപൊളി റെസിപ്പിയാണ്. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമ.